വെൽക്കം ടു ചെറിയ ബ്ലൂ. അപ്പോൾ ഇന്നൊരു ഡെസ്ക് പ്ലസ് റൂം മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ 2-3 ദിവസത്തെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാം. ആദ്യം ഞാൻ റൂം മേക്ക് ഓവർ കാണിക്കാം, പിന്നെ ഞാൻ ഡെസ്ക് മേക്ക് ഓവർ കാണിക്കാം. അങ്ങനെ ഡെസ്ക് മേക്ക് ഓവറൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ബാക്കിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഡെസ്ക് മേക്ക് ഓവർ കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ പേപ്പറിൽ കുറച്ച് വാൾ പോസ്റ്റേഴ്സൊക്കെ പ്രിൻ്റ് ചെയ്തു. അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് ടേബിളിൻ്റെ ഒരു ബിഫോർ ലുക്ക്. അങ്ങനെ പറയുക, ടേബിൾ ഇവിടെ അല്ലായിരുന്നു, പിന്നെ ഞാൻ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടതാണ്. അപ്പോൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കാൻ തുടങ്ങാം. പണ്ട് മുതലേ ഞാൻ ഈ പോസ്റ്റേഴ്സൊക്കെ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചതിൻ്റെയാണ് ആ ബാക്കിൽ ചുമരിൽ കാണുന്നത്. ഈ ഡബിൾ ടാപ്പൊക്കെ വെച്ച് ഒട്ടിക്കുമ്പോൾ ചുമരിൽ പെയിൻ്റൊക്കെ പോവും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ടാപ്പ് എടുത്തിട്ട് റോൾ ചെയ്ത് ഈ പോസ്റ്റേഴ്സിൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ഞാൻ ആദ്യം വേറൊരു രീതിയിലാണ് ഒട്ടിച്ചത്, പിന്നെ ഞാനത് പറിച്ച് മാറ്റി ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. ഇത് പിന്നെ പറിച്ച് മാറ്റിയാലും പെയിൻ്റൊന്നും പോയില്ലല്ലോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ടേബിളിലെ പരിപാടികൾ നോക്കാം. ഈ ടേബിളിൽ വെച്ച് ഞാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഒട്ടിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് പാശയൊക്കെ ഇങ്ങനെ ടേബിളിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പരിപാടികൾ തുടങ്ങിയത്. നമുക്ക് പിന്നെ ടേബിളിൻ്റെ മുകളിൽ എസ്തറ്റിക് ആക്കാൻ ചെടി മസ്റ്റാണല്ലോ. അപ്പോൾ ഞാനൊരു ചെടി കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ചെടിച്ചട്ടീൻ്റെ സൈഡിലൊരു ക്യൂട്ടായിട്ടുള്ള കപ്പും സോസറും വെച്ചു. പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ ഈ ഒരു സാധനം വെച്ചു. മറ്റേ ഭാഗത്ത് ഞാൻ ഈ ഓർഗനൈസറാണ് വെച്ചത്. അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തു. പിന്നെ ഈ കാണുന്ന സാധനം സെയിം കിൻഡർ ജോയ്ക്ക് തന്നെ. ഇത് ശരിക്കൊരു മേക്കപ്പ് ഓർഗനൈസറാണ്. അതിലിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ അതിൽ വാഷി ടേപ്സും ഫ്ലവർ ക്ലിപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ഡെസ്ക് ഡെക്കോർസൊക്കെ വരാനുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയാലല്ലേ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് ഈ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്ഥലത്തൊന്നും വെക്കാത്തത്. പിന്നെ പുതിയ വർഷമൊക്കെ ആവാൻ പോകണല്ലോ, അപ്പം ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഈ ടേബിളിൻ്റെ മുന്നിൽ വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ പോസ്റ്റേഴ്സ് ഒട്ടിച്ചു. ഓർഗനൈസറിൻ്റെ സൈഡിൽ ഒരു ഫോൺ സ്റ്റാൻഡും കൂടി വെച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെസ്ക് മേക്ക് ഓവർ. ഇതാണ് ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഞാനിത് കാണിച്ചു കഴിഞ്ഞിട്ട് റൂമിൻ്റെ ഫൈനൽ ലുക്കും കൂടി കാണിക്കാം. അതിൻ്റെ പിന്നെ മേക്ക് ഓവർ ചെയ്യണത് കാണിച്ചിട്ടില്ലല്ലോ. ടേബിളിൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി റൂം കാണിക്കാം. ഇതിൻ്റെ ഒന്നും നേരിട്ട് കാണാനുള്ള ഭംഗി വീഡിയോയിൽ കിട്ടണില്ല. ഈ വാൾ പോസ്റ്റർ ഒട്ടിച്ച സ്ഥലമല്ലേ, ഇവിടെയാണ് ഞാൻ വിഷൻ ബോർഡ് വെക്കാൻ പോണത്. ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ സൈഡിൽ ഞാനൊരു സ്നേക്ക് പ്ലാന്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലുള്ള ഫൈനൽ ലുക്ക് കാണിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.